നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഓൾറെഡി വെനസ്ഡേയിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേഴ്സ്ഡേ, അതായത് ഇന്നലെ ഒക്ടോബർ 2-ാം തീയതി വിജയദശമി ദിവസം ഒരാൾക്ക് ഗീവ് അവേ ഗിഫ്റ്റ് ഉണ്ടെന്ന്. അത് ഓൾറെഡി 5 പേര് സെലക്ട് ചെയ്തിട്ട് അതിലിരുന്ന് ഒരാളിനെയാണ് പിക്ക് ചെയ്തെടുക്കുന്നത്. റാൻഡം കമന്റ് പിക്കർ വഴിയാണ് 5 പേരെ ഫസ്റ്റിൽ സെലക്ട് ചെയ്തത്. അതിൽ വന്നിട്ട് ഫസ്റ്റ് വന്നത് രാജരേഖ, സെക്കൻഡ് വൺ വന്നിട്ട് കുഞ്ഞി 797, തേർഡ് വൺ വന്നിട്ട് ജയചന്ദ്രൻ, ഫോർത്ത് വൺ വന്നിട്ട് കാശി 123 ഇത്തൾ, ദെൻ ഫിഫ്ത്ത് വൺ ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് രാജലക്ഷ്മി. അപ്പോൾ ഇതിലിരുന്നിട്ട് ഇനി നമ്മൾ ഈ 5 പേരുടെ പേരും ഓരോ പേപ്പറിൽ എഴുതി മടക്കി ഒരു ഡബ്ബയിൽ വെച്ച് കുലുക്കി അത് ഇട്ടതിന് ശേഷം അതിൽ നിന്ന് ഒരാളിനെയാണ് ഞാൻ പിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് രാജരേഖ കണ്ടുല്ലോ, പേപ്പറിൽ അവരുടെ പേര് എഴുതിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ വന്നിട്ട് കുഞ്ഞി 797, ദെൻ തേർഡ് വൺ വന്നിട്ട് കാശി 123, ദെൻ ഫോർത്ത് വൺ വന്നിട്ട് ജയചന്ദ്രൻ, ദെൻ ഫിഫ്ത്ത് ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് രാജലക്ഷ്മി KR. അപ്പോൾ ഇത് നമ്മൾ എഴുതി വെച്ചു. ഇനി എന്താ ചെയ്യണം വെച്ചാൽ ഒരു ഡബ്ബ എടുത്തു, അടച്ചു വെച്ചിരിക്കുന്ന ഡബ്ബയുടെ അടപ്പ് ഞാൻ എടുക്കുകയാണ്. ദെൻ ഇനി ഓരോന്നായിട്ട് ഇപ്പോൾ രാജരേഖയുടേത് നമ്മളെടുത്ത് മടക്കുകയാണ്. നിങ്ങൾ ശരിക്കും നോക്കിക്കൊള്ളുക. മടക്കിയിട്ടുണ്ട്, രാജരേഖ മടക്കി അത് മാറ്റി വെച്ചു. ദെൻ അത് കഴിഞ്ഞിട്ട് കുഞ്ഞി മടക്കി മാറ്റി വെച്ചു. ഇനി വന്നിട്ട് ജയചന്ദ്രൻ. ഈ 5 പേരുകളും നമ്മൾ എടുത്ത് മടക്കി മാറ്റി വെച്ചു. ശരിയാ? ഇതിൽ എനിക്ക് നേരിട്ട് അറിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, ബാക്കി ആരെയും എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ മടക്കി മാറ്റി വെച്ചുല്ലോ, ഈ 5 നെയിമും നമ്മൾ മടക്കി മാറ്റി വെച്ചു. ഇനി എന്ത് ചെയ്യണം വെച്ചാൽ ഡബ്ബ എടുത്തിട്ട് ഈ 5 കുറികളും അത് ഡബ്ബയ്ക്കുള്ളിൽ വെച്ച് ഡബ്ബ അടച്ചതിന് ശേഷം ഒന്ന് കുലുക്കുക. കുലുക്കിയതിന് ശേഷം ഞാൻ അത് ഇട്ടു. കാണുന്നുണ്ടല്ലോ, 1 2 3 4 5. ഇതിൽ നിന്ന് നമുക്ക് ഒരാളെ എടുക്കാം, ഒരു കുറി എടുക്കാം. എടുത്തു, ഓപ്പൺ ചെയ്യാം. കുഞ്ഞി 797 ആണ് വിന്നർ. ആ ഭാഗ്യശാലി കുഞ്ഞി 797. ഇപ്പോൾ കുഞ്ഞി വന്നിട്ട് എന്താ ചെയ്യണം വെച്ചാൽ കുഞ്ഞി ഇതേ ഐഡിയിലിരുന്ന് എനിക്ക് ഡിവൈൻ റെഫറൻസ് ചാനൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്യുക. നിങ്ങളുടെ അഡ്രസ്സ് വിത്ത് ഫോൺ നമ്പർ ആൻഡ് പിൻകോഡ് അത് മെയിൽ ചെയ്യുക. സെയിം ഐഡിയിൽ നിന്ന് തന്നെ മെയിൽ ചെയ്യുക. അന്നേരം ഞാൻ മെയിൽ ചെക്ക് ചെയ്ത ശേഷം കുഞ്ഞിയെ വാട്സപ്പിൽ ബന്ധപ്പെടുന്നതാണ്. നാളെ തന്നെ ഗിഫ്റ്റും അയക്കുന്നതാണ്. ഇനി വന്നിട്ട് എന്താ വെച്ചാൽ ഗിഫ്റ്റ് എന്താന്ന് കാണണ്ടേ? ഗിഫ്റ്റ് ഞാൻ സെറ്റ് ചെയ്യാണ്. ഗിഫ്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നെക്സ്റ്റ് ഗീവ് അവേയുടെ റൂൾസ് പറയാം. കണ്ടോളൂ. ഗിഫ്റ്റായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് പട്ടുപുടവയാണ്. ഇവിടെ വന്നിട്ട് 2-3 തിങ്സ് കൂടെ ഉണ്ട്. പൊട്ട് ഇഷ്ടാവോന്ന് അറിയില്ല, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എടുത്തതാണ്. കൂടെ ഒരു കണ്ണാടി, വരാഹി അമ്മനക്ക് പ്രിയപ്പെട്ട കുപ്പിവളകൾ, കൂടെ ചരട് വെച്ചിട്ടുണ്ട്. ദെൻ കുറച്ച് സ്വീറ്റ്സ് ആണ്, ചോക്ലേറ്റ്സ്. ദെൻ വന്നിട്ട് ചന്ദനം, കുങ്കുമം, വിഭൂതി, കർക്കണ്ട എക്സെട്ര. അപ്പോൾ ഇതാണ് ഗിഫ്റ്റ്. കുഞ്ഞിയുടെ പേരെന്താന്ന് കൂടെ എനിക്കറിയില്ല. കുഞ്ഞിക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. ഇനി വന്നിട്ട് ഞാൻ ഗീവ് അവേയുടെ അനൗൺസ്മെൻറ്റ് പറയാം. വരുന്ന തിങ്കളാഴ്ച, അതായത് ഒക്ടോബർ മാസം 6-ാം തീയതി തിങ്കളാഴ്ചയിലിരുന്ന് നമുക്ക് ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ
തിങ്കളാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച ഈ 3 ദിവസങ്ങളിൽ 3 വീഡിയോ ഉണ്ടായിരിക്കും. അത് 6, 8, 10 തീയതികളിൽ. ദെൻ 11-ാം തീയതി ശനിയാഴ്ചയാണ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. ഓരോ ദിവസത്തെ വീഡിയോയിൽ നിന്നും ഓരോ വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യുന്നത്. റൂൾസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഓരോ ദിവസത്തെ വീഡിയോയുടെ ലാസ്റ്റിലും ഞാൻ വീഡിയോ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അത് വന്നിട്ട് നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് റിപ്ലൈ ആൻസർ ചെയ്യണം. മാത്രമല്ല നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യണം. കുറഞ്ഞത് 5 പേരിലേക്ക് ഷെയർ ചെയ്യണം. വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് കമൻറ്റും ചെയ്യണം. ആൻസർ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് കൂടെ അയച്ചോളുക. തിങ്കൾ, ബുധൻ, വെള്ളി ഈ 3 ദിവസത്തെ വീഡിയോയും ഈ 3 ദിവസത്തെ വീഡിയോയിലെ വിന്നേഴ്സിനെയും ശനിയാഴ്ച സെലക്ട് ചെയ്യുന്നതാണ്. വിന്നറിനെ സെലക്ട് ചെയ്യുന്നതും അടുത്ത ഗീവ് അവേ അനൗൺസ്മെൻറ്റും എല്ലാം ഇനി ഷോർട്സിൽ കൂടെ അറിയിക്കുന്നതാണ്. ഇനി വിന്നേഴ്സുക്കുള്ള ഗിഫ്റ്റ് എന്താ വെച്ചാൽ 500 റുപ്പീസ് ക്യാഷ് പ്രൈസ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിട്ട് റൂൾസ് ഫോളോ ചെയ്ത് വിന്നേഴ്സ് ആയിക്കൊള്ളുക. ഇനി നമുക്ക് ഇന്നത്തെ പതിവിലേക്ക് പോകാം. ഇത് വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തരുന്ന 2 സമയങ്ങളാണ് ഉള്ളത്. അത് രാവിലെ ബ്രഹ്മമുഹൂർത്ത നേരവും നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയുള്ള നേരവും. ഈ 2 നേരവും നമ്മൾ ശരിയായിട്ട് യൂസ് ചെയ്താൽ ജീവിതത്തിൽ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നൈറ്റ് ടൈം, അതായത് നമ്മൾ ഉറങ്ങാൻ പോകുന്ന ടൈമിന് മുന്നേ, അതായത് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയുള്ള ടൈം എന്തുകൊണ്ടാണ് ശക്തിയുള്ളത് എന്ന് പറയാൻ കാരണം മീൻസ് അന്ന് മുഴുവൻ നടന്ന സംഭവങ്ങൾക്ക് കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. നമുക്ക് നന്മ കാണിച്ചു തരാനുള്ള ശക്തി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അതായത് ഉപബോധ മനസ്സിന് ഇരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്തിന് നമ്മൾ എന്താഗ്രഹിച്ചാലും അത് വന്നിട്ട് നമ്മുടെ ഉപബോധ മനസ്സിന്, ദാറ്റ് മീൻസ് സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ആഴത്തിൽ പതിയും. അതുപോലെ നമുക്കത് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഈ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നല്ലതേത് ചീത്ത ഏത് എന്ന് തരംതിരിച്ച് അറിയില്ല. അതിന് ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്നറിയില്ല. നമ്മൾ എന്ത് കരുതുന്നുവോ അത് നമുക്ക് നടത്തി കാണിക്കുന്നു. ശരിയാ? അത് നമ്മുടെ ജീവിതത്തിൽ പിന്നെ സത്യമായി തീരും. നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഉറങ്ങാൻ പോവുക. നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിച്ചിട്ട് പോകുന്നതെങ്കിൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പതിഞ്ഞ് നമുക്ക് പ്രശ്നങ്ങളെ നമുക്ക് ഉണ്ടാവത്തുള്ളൂ ലൈഫിൽ. സോ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയോ സംസാരിക്കുകയോ പാടില്ല. നല്ലത് മാത്രം ചിന്തിച്ചോളുക. നമുക്ക് സന്തോഷം ഉണ്ടാവണം, അഭിവൃദ്ധി ഉണ്ടാകണം, അങ്ങനെയൊക്കെ ചിന്തിച്ചോളുക. മാത്രമല്ല നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് മഹാവിഷ്ണുവിൻ്റെ ഒരു നാമം ജപിച്ചാൽ നമ്മൾക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും നല്ലത് സംഭവിക്കുന്നതിനും അത് കാരണമാവും. അത് ജപിക്കുക എന്ന് മാത്രമല്ല, നമ്മൾ ഒരു പേപ്പറിൽ എഴുതി അത് വന്നിട്ട് നമ്മുടെ തലേണയുടെ അടിയിൽ വെച്ചിട്ട് ഉറങ്ങിക്കൊള്ളുക. നമുക്ക് കിടന്നുകൊണ്ടും ജപിക്കാവുന്നതാണ്. പിന്നെ വേറൊന്ന്, നമ്മൾ ഡെയിലിയും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ തന്നെ ഈ മന്ത്രം പേപ്പർ എടുത്തിട്ട് ഈ മന്ത്രം നോക്കി വായിക്കുകയോ ഇല്ലെങ്കിൽ ഹൃദ്യസ്ഥമാക്കി പറയുകയോ ചെയ്യുക. കുറഞ്ഞത് നിങ്ങളൊരു 3 തവണ ഈ മന്ത്രം ചൊല്ലിക്കൊള്ളുക. മന്ത്രം ഇതാണ്, മനസ്സിലാക്കിക്കോളൂ. അച്യുതം കേശവം വിഷ്ണും ഹരിം സോമം ജനാർദ്ദനം ഹംസം നാരായണം കൃഷ്ണം ജപേ ദുസ്ന സ്വപ്ന ശാന്തയേ. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ രാത്രി ഉറക്കം വന്നില്ലെങ്കിലോ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിലോ ഈ മന്ത്രം, ഈ നാമം നിങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കാവുന്നതാണ്. ശരിയാ? അപ്പോൾ പറഞ്ഞതിലൊന്നും ഡൗട്ട് ഇല്ല എന്ന് കരുതുന്നു. വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിനു മുന്നേ ഫ്രണ്ട്സ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മാത്രമല്ല ഒരു ലൈക്കും കൂടെ തരണേ. അതും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും
നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.